പഞ്ചായത്തിന്റെയും വാട്ടർ അതോറിറ്റിയുടെയും അനാസ്ഥ കാരണം യാത്രാ ദുരിതം നേരിട്ട് തിരുവനന്തപുരം മലയൻകീഴ് മഞ്ചാടി നിവാസികൾ. മഴയും കൂടി ആരംഭിച്ചതോടെ അപകടങ്ങളും ഇവിടെ പതിവായിരിക്കുകയാണ്. പമ്പിന്റെ മേളിൽ നിന്ന് മൂഴിനട റോഡാണ്. റോഡിന്റെ അവസ്ഥയാണിത്. ഇത് മലയൻകീഴ് പഞ്ചായത്ത് 1-ാം വാർഡിലെ ആണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. മലയൻകീഴ് ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡായിട്ടുള്ള കരിപ്പൂർ എന്ന് പറയുന്ന പ്രദേശത്ത് ഉൾപ്പെട്ടിട്ടുള്ള മഞ്ചാടി എന്ന് പറയുന്ന സ്ഥലത്തെ റോഡിന്റെ അവസ്ഥയാണ് നമ്മൾ ഈ കാണുന്നത്. ഏകദേശം 1 വർഷം മുമ്പ് പൈപ്പ് ലൈനിന്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ടാണ് ഈ റോഡ് വെട്ടിപ്പൊളിച്ച് ഇവിടെ പൈപ്പ് ലൈൻ ഇടുകയും ഒക്കെ ചെയ്തത്. പക്ഷേ നാളിതുവരെ ഏകദേശം 1 വർഷം പിന്നിട്ടിരിക്കുകയാണ്. ഇതുവരെ ആ കുഴികൾ മൂടാൻ പോലും ബന്ധപ്പെട്ടവർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. വാർഡ് മെമ്പറോട് സംസാരിച്ചപ്പോൾ എന്താണ് പറഞ്ഞത്? അവർ പറഞ്ഞു ശരിയാക്കും എന്ന് പറയണം. ഇതുവരെയും ശരിയാക്കിയില്ല. പേടിയില്ലേ ഇത് വഴി യാത്ര ചെയ്യുമ്പോൾ? പിന്നെ ഇല്ലേ, പിള്ളേരൊക്കെ പോയിട്ട് വരുന്നേരം നമുക്ക് വീടിന് വെപ്രാളമാണ്. അയ്യോ, വെള്ളം നമുക്ക് എവിടെയാണ് കുഴി എന്തിനാണെന്ന് ഒന്നും അറിയാൻ വയ്യാതായിപ്പോയി. പോകാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഇതാണ്. ഇറങ്ങാനും പോകാനും വണ്ടിയിൽ ഇങ്ങനെ പോകാനും എല്ലാത്തിനും കൊച്ചും കുട്ടികളെയും കൊണ്ട് ഇന്നലെ ഒരാൾ ഇവിടെ വിഴുന്ന് നമ്മളെടുത്ത് വെള്ളമൊക്കെ കൊടുത്താണ് വിട്ടത്. അവർ ചെയ്യും ഫണ്ട് അലോട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നില്ല, ഇവർ ചെയ്ത് കാണുന്നില്ല. ഏകദേശം 1 വർഷത്തിന് മുകളിൽ ഇങ്ങനെ പരാതി പല പ്രാവശ്യം കൊടുത്തിട്ടുണ്ട്. അസോസിയേഷൻ മുഖാന്തരം കൊടുത്തിട്ടുണ്ട്, മെമ്പറെ കണ്ട് പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. വാട്ടർ അതോറിറ്റിയുടെ കോൺട്രാക്ട് എടുത്ത ആൾ ചെയ്യേണ്ടതാണ്, അവർ ചെയ്തിട്ടില്ല ഇതുവരെ. അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ പണി കംപ്ലീറ്റ് ആയിട്ടില്ല, ഇനി കുറച്ച് വീട് കണക്ഷൻ കൊടുക്കാനുണ്ട്, അത് കൊടുത്ത ശേഷം ചെയ്യാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത്. സ്കൂളിൽ പോകുന്ന കുട്ടികൾ ഉൾപ്പെടെ ഒരുപാട് പേർ എല്ലാ ദിവസവും സഞ്ചരിക്കുന്ന ഒരു റോഡിന്റെ അവസ്ഥയാണ് നമ്മൾ കണ്ടത്. വാർഡ് മെമ്പറോടും ബന്ധപ്പെട്ടവരോടും വാട്ടർ അതോറിറ്റിക്കാരോടും ഒക്കെ പലതവണ ഈ നാട്ടുകാർ പരാതി പറഞ്ഞുവെങ്കിൽ പോലും ഇതുവരെയും ഇതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല. അനുപമാറിനൊപ്പം ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.